നമസ്കാരം. പാലക്കാട് ചിറ്റൂരിലെ 6 വയസ്സുകാരൻ സുഹാന്റേത് മുങ്ങിമരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. വീട്ടിൽ നിന്ന് 800 മീറ്റർ അകലെയുള്ള കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കുട്ടിയുടെ ശരീരത്തിൽ സംശയാസ്പദമായ പരിക്കുകളില്ല. സുഹാന്റെ പിതാവ് അനസ് വിദേശത്ത് നിന്ന് പാലക്കാടെത്തി. മൃതദേഹം വൈകിട്ട് സംസ്കരിക്കും. നിലവിൽ ദുരൂഹതയില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. വിശദമായ അന്വേഷണം തുടരുകയാണ്. 4 ദിവസം മുൻപ് സുഹാൻ കൂട്ടുകാർക്കൊപ്പം ഇതുവഴി പോയിരുന്നു. കുളത്തിലിറങ്ങി അപകടത്തിൽപ്പെട്ടതാകാമെന്നാണ് സൂചന. സുഹാന് വേണ്ടിയുള്ള പ്രാർത്ഥന ഫലിച്ചില്ല. തിരച്ചിലിന്റെ 22ാം മണിക്കൂറിൽ വീടിന്റെ സമീപത്തെ കുളത്തിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. കാണാതായതിന് പിന്നാലെ അമ്മയും നാട്ടുകാരും തിരഞ്ഞ കുളത്തിലാണ് രാവിലെ മൃതദേഹം കണ്ടത്. നാട്ടുകാരുടെ പ്രിയപ്പെട്ട അപ്പുവാണ് 6 വയസ്സുകാരൻ സുഹാൻ. സംസാരിക്കാൻ പ്രയാസം നേരിട്ടിരുന്ന കുട്ടി തിരിച്ചു വരാതായതോടെയാണ് തിരച്ചിൽ തുടങ്ങിയത്. വീടിന് സമീപത്തെ പാടശേഖരങ്ങളിലും കുളങ്ങളിലും ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലും പലവട്ടം ഇന്നലെ തന്നെ തിരഞ്ഞതാണ്. നറുചിരിയുമായി സുഹാൻ എവിടെയെങ്കിലും മറിഞ്ഞിരിക്കുന്ന പ്രതീക്ഷയായിരുന്നു ഓരോ ഘട്ടത്തിൽ. എന്നാൽ ആ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ 11 മണിയോടെ കാണാതായ കുഞ്ഞിനു വേണ്ടി ഒരു നാടുനാകെ ഉറക്കമൊഴിച്ച് തിരഞ്ഞെങ്കിലും 9 മണിയോടെ അതെല്ലാം വിഫലമായി. രാവിലെ കുളിക്കാനെത്തിയവരാണ് കുളത്തിന് മധ്യത്തിൽ മൃതദേഹം കണ്ടത്. ഉടൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രിയപ്പെട്ട മകനെ അവസാനമായി കാണാൻ വിദേശത്ത് നിന്ന് പിതാവ് അനസും നാട്ടിലെത്തി. അദ്ദേഹം വിങ്ങിപ്പൊട്ടി. വീട്ടിൽ നിന്ന് ഇത്ര ദൂരം കുട്ടി എങ്ങനെ എത്തി എന്നതിലടക്കം അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. റോഡിൽ നിന്ന് ചെറിയ കനാൽ കടന്നു വേണം കുളത്തിലേക്ക് എത്താൻ. വീട്ടിൽ നിന്ന് ദൂരമുള്ളതിനാൽ കുട്ടി തനിച്ചിവിടേക്ക് എത്തില്ലെന്ന ധാരണയിൽ ഈ കുളത്തിൽ തിരച്ചിൽ നടത്തിയിരുന്നില്ല. കുട്ടിയെ കാണാതായത് മുതൽ അമ്മയടക്കമുള്ളവർ കുളത്തിന് സമീപം തിരഞ്ഞതുമാണ്. പക്ഷേ ഒന്നും കണ്ടില്ല. വീടിന് സമീപത്തെ 2 കുളങ്ങളും പരിശോധിച്ചിരുന്നു. എത്താനിടയില്ലെന്ന നിഗമനത്തിൽ ഈ കുളത്തിൽ ഇറങ്ങി പരിശോധിച്ചിരുന്നില്ല. ഇത്ര ദൂരം കടന്ന് കുട്ടി ഒറ്റയ്ക്ക് വരാൻ സാധ്യതയില്ലെന്നും ദുരൂഹത പരിശോധിക്കണമെന്നും നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തി വൈകിട്ടോടെ പോലീസ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു. സുഹാന്റെ മാതാവ് നീലഗിരി പബ്ലിക് സ്കൂൾ അധ്യാപികയാണ്. കുട്ടിയെ കാണാതാകുമ്പോൾ അവർ സ്കൂളിലെ ഒരു ആവശ്യത്തിനായി പോയതായിരുന്നു. സുഹാന്റെ സഹോദരനും മുത്തശ്ശിയും അമ്മയുടെ സഹോദരിയും മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. സംഭവത്തിൽ ദുരൂഹതയില്ലെന്നാണ് സ്ഥലം MLA കൂടിയായ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം. കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു.